നമസ്കാരം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ചരക്കു കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമാകുന്നുണ്ട്. ഇറാന്റെ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മേഖലയിൽ ഇറാൻ വീണ്ടും നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്. കടലിടുക്ക് തുറന്നു കൊടുക്കുവാനുള്ള തീരുമാനം ഇറാൻ ഭരണകൂടം പെട്ടെന്ന് റദ്ദാക്കുകയും കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി ഹോർമൂസ് കടലിടുക്കിൽ കപ്പലിനു നേരെ വെടിവെപ്പ്. ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ തുറന്നിട്ട കടലിടുക്ക് 24 മണിക്കൂർ ഇറാൻ വീണ്ടും അങ്ങടച്ചു. ഇതിന് പിന്നാലെയാണ് ഒമാൻ തീരത്തിന് സമീപം വെടിവെപ്പുണ്ടായതായി റിപ്പോർട്ട്. ഒമാനിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഇറാന്റെ റവല്യൂഷണറി കാർഗോസുമായി ബന്ധമുള്ള 2 ഗൺ ബോട്ടുകൾ ഒരു ടാങ്കറിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു. യാതൊരു മുന്നറിയിപ്പും കൂടാതെയായിരുന്നു ആക്രമണം എന്നാണ് കപ്പലിലെ ക്യാപ്റ്റൻ വ്യക്തമാക്കിയത്. ആക്രമണത്തിൽ കപ്പലിനോ ജീവനക്കാർക്കോ പരിക്കില്ല എന്നാണ് പ്രാഥമികമായ വിവരം. അമേരിക്കൻ ഉപരോധം തുടർന്നതിനെ തുടർന്ന് തിങ്കളാഴ്ച ഇസ്ലാമാബാദ് നടക്കേണ്ടിയിരുന്ന 2ാം ഘട്ട ഇറാൻ അമേരിക്ക ചർച്ചകൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന നയമാണ് ഇറാൻ വ്യക്തമാക്കിയത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്ന അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ ഇറാന് സാധിക്കില്ല. തങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇറാൻ ശ്രമിക്കരുത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. ഇറാനുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും എന്നാൽ അവരുടെ ഭീഷണിക്ക് വഴങ്ങി ഉപരോധം പിൻവലിക്കാനൊന്നും തങ്ങളെ കൊണ്ടാകില്ല എന്നാണ് ട്രംപിന്റെ പക്ഷം. ഇറാൻ കഴിഞ്ഞ 47 വർഷമായി ഇത്തരം വിദ്യകൾ പയറ്റുകയാണെന്നും അവരോട് കർക്കശമായ നിലപാട് തന്നെ തുടരുമെന്നാണ് ട്രംപിന്റെ വാദം. എന്തായാലും ഇറാനിലേക്കുള്ള കപ്പലുകളെ തടയുന്ന ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ഉപരോധം തുടങ്ങിയ ശേഷം ഇതുവരെ 23 കപ്പലുകൾ തിരിച്ചയച്ചതായാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനിയൻ സായുധ സേനയുടെ കർശന നിയന്ത്രണത്തിലാണ്. ലെബനൻ വെടിനിർത്തലിന് പിന്നാലെ മേഖലയിൽ പ്രതീക്ഷിച്ച സമാധാന അന്തരീക്ഷം ഈ പുതിയ നീക്കങ്ങളോടെ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊസ്തഫ ഖമേനി സോഷ്യൽ മീഡിയയിലൂടെ ശത്രുക്കൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തങ്ങളുടെ നാവികസേന ശത്രുക്കൾക്ക് മേൽ പുതിയ കൈപ്പേറിയ തോൽവികൾ അടിച്ചേൽപ്പിക്കാൻ സജ്ജമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാന്റെ ആണവ പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയാകാതെ ഉപരോധം നീക്കില്ല എന്നാണ് ട്രംപിന്റെ നിലപാടിനെ ഇറാൻ പ്രകോപിച്ചത്.